ലഹരിക്കെതിരെ വരയുത്സവം സംഘടിപ്പിച്ച ഒരു പറ്റം കലാകാരന്മാർ പത്തനംതിട്ട കളഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന കണ്ണാടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വരയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു പരിപാടി. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള കലാകാരന്മാരാണ് പരിപാടിയുടെ ഭാഗമായത്. MT വാസുദേവൻ നായർക്ക് വര ആദരം നൽകിയ ചടങ്ങിൽ കുട്ടികൾക്കായുള്ള വരക്കളരി, കഥ, കവിതാ കൂട്ടായ്മ, കാക്കാരശ്ശി നാടകം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. വരയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു വരയുത്സവം. ഞാൻ ആസ്വദിച്ച നാടകം, കഥാപ്രസംഗം, പൊതുവിൽ രംഗകല, സാഹിത്യം, ഗ്രന്ഥശാല പ്രവർത്തനം, ഇവയെല്ലാം എൻ്റെ തലമുറയെ എങ്ങനെ സ്വാധീനിച്ചു, ജീവിതത്തോട് അടുപ്പിച്ചു, ജീവിതത്തെ നിരൂപണം ചെയ്തു, നിർവചിച്ചു, പുതിയ ജീവിത ആഭിമുഖ്യമുണ്ടാക്കി, ആവേശമുണ്ടാക്കി. ഇത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളുടെ പഴയ തേജസ്വിനി എന്ന കലാ സാംസ്കാരിക സംഘടനയുടെ പിന്തുടർച്ചയായി കൂടൽ ഷാജിയുടെയും ഡോക്ടർ അനൂപിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കണ്ണാടി എന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനം ഉദയം കൊണ്ടത്. കണ്ണാടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കാളികളായി. 50ഓളം ചിത്രകാരന്മാരും 100ഓളം കുട്ടികളുമാണ് പങ്കെടുത്തത്. ഏതാണ്ട് 40-ൽ പരം ചിത്രകാരന്മാർ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, കലാകാരന്മാരുണ്ട്, ഗാനങ്ങൾ പാടുന്നവരുണ്ട്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചുള്ളൊരു പ്രവർത്തനമൊന്നുമല്ല. ശരിക്കും ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനായിട്ടാണ് നടക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും കലാകാരന്മാരാണ്. ഇന്ന് ഇവിടുത്തെ ഈ മഠത്തിൻ്റെ ഒരു വാർഷികം പോലെ കണ്ണാടി എന്ന് അറിയുന്നൊരു സംഘടനയാണ് ഇന്ന് പ്രോഗ്രാം നടത്തുന്നത്. ചിത്രകാരന്മാർ വരയ്ക്കുന്നൊരു ഗ്രൂപ്പിന് ഇന്ന് എനിക്കിവിടെ കാണാൻ പറ്റി. കുട്ടികൾ അതിമനോഹരമായ രീതിയിൽ കുട്ടികൾ വരയ്ക്കുന്നുണ്ട്, സംഗീതജ്ഞരുണ്ട്. എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട കലകളും ഒരുമിച്ച് സംഗമിക്കുന്നൊരു വേദിയായിട്ട് എനിക്ക് തോന്നുകയാണ്. ഗായകരും എഴുത്തുകാരും ചിത്രകാരന്മാരും ഒരുമിച്ച് സംഗമിച്ച വേദിയിൽ എല്ലാ മനുഷ്യരും കലാകാരന്മാരാവുകയായിരുന്നു. ജാതിമത ലിംഗവർണ്ണ വ്യത്യാസമില്ലാതെയുള്ള ലോകമാണ് കലാകാരന്മാർ ലക്ഷ്യം വെക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.